ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് വർഷങ്ങളായിട്ട് എത്ര ശ്രമിച്ചിട്ടും മാറാത്ത എത്ര വലിയ തടസ്സങ്ങളും ഈ ഒരു വരി ഉരുവിട്ടാൽ അത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അത് ഒരു പ്രത്യേക രീതിയിൽ വിളക്കിൻ്റെ മുന്നിൽ നിന്നാണ് ഈ അത്ഭുത വരി ഉരുവിടേണ്ടത്. ശിവൻ്റെ ഒരു രഹസ്യ താളിയോല അഗസ്ത്യരുടെ താളിയോലയിലെ ശിവമന്ത്രമാണ്. അപ്പോൾ അത് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അത് ചെയ്താൽ വർഷങ്ങളായിട്ട് എത്ര ശ്രമിച്ചിട്ടും മാറാത്ത തടസ്സങ്ങൾ ശിവഭഗവാൻ മാറ്റിക്കൊടുത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞു തരുന്നത്, ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അത് വിശദമായിട്ട് പറയുന്നുണ്ട്, മുഴുവൻ കേൾക്കുക. അതോടൊപ്പം എൻ്റെ ജീവിതത്തിലെ വലിയ ഒരു അനുഭവം അത് നിങ്ങൾ അറിയണം. അറിയുമ്പോഴാണ് നിങ്ങൾക്കും അത് ഒരു ഭഗവാൻ ഒരു ഗുണമുണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു അനുഭവം അതും പറയുന്നുണ്ട്. അപ്പം വീഡിയോ മുഴുവൻ കാണാൻ ദയവായി ശ്രമിക്കണം. കാരണം ഇനി ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയത്തില്ല. അത് എന്നെ അറിയുമ്പോൾ അതുകൂടി അറിയണം. അത് അത്ര ഹൃദയസ്പർശിയായ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണുക. അതുകൊണ്ടാണ് ആദ്യം പറയുന്നത്, എത്ര വർഷങ്ങളായി എൻ്റെ വീഡിയോ കാണുന്നവർ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ചോദ്യം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണണം. എൻ്റെ ആ ഒരു അനുഭവം നിങ്ങൾ അറിയണം. അപ്പോഴേ എന്നെ അറിയാൻ സാധിക്കത്തുള്ളൂ. അതെൻ്റെ മനസ്സാണ്, എൻ്റെ ജീവിതമാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണുക. ഒരു അനുഭവം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ ശിവൻ്റെ ഈ രഹസ്യവിദ്യ പറഞ്ഞിട്ടായിരിക്കും ഞാൻ ആ അനുഭവം പറയുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ പുതിയ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ എല്ലാ ദിവസവും ഞാൻ രാത്രി 8 മണിയാകുമ്പോൾ വീഡിയോ ഇടുന്നുണ്ട്. 8 to 8:15 ഇടയ്ക്ക് ആവശ്യമുള്ളവർ ഒരു ചാനലിൽ കയറി കാണുക. എല്ലാം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന സത്യസന്ധമായ ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് കൂടിയ അനുഭവമുണ്ടായ കാര്യങ്ങളാണ്. അതിന് ജീവിതത്തിൽ വില മതിക്കാനാകത്തില്ല. അത്തരത്തിലുള്ള അറിവുകളാണ് പറയുന്നത്. അതെല്ലാം ഒരുപാട് ജീവിതങ്ങൾ മാറ്റിമറിച്ചതാണ്. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുക. ഇനി നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, അത് വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. നേരിട്ട് കൺസൾട്ടിങ് ഇല്ലാത്തത് വാട്സപ്പിൽ എടുക്കുന്ന വർക്കുകൾ പോലും സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. കാരണം ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില ഇതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ചെയ്യേണ്ട ഒരു വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവരും ചെയ്യാൻ പറ്റത്തില്ല. പറ്റുന്ന അത്രയും കുറച്ച് വർക്കുകൾ ചെയ്യും. എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറയും. ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും സ്വയം ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും മന്ത്രങ്ങളും മാത്രമേ പറയത്തുള്ളൂ. അതൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ആവർത്തിച്ച് ചില പ്രത്യേക ക്രമത്തിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് താല്പര്യമുണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഞാനത് റിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ചെയ്താൽ മതി. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയും. ഇതാണ് സാഹചര്യം. ഞാൻ എല്ലാ വീഡിയോയുടെ ആദ്യം ഇതുപോലെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, ഞാൻ വർക്കിലായിരിക്കും, അതുകൊണ്ട് എടുക്കത്തില്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. കാരണം എല്ലാ വീഡിയോ കാണുന്ന പുതിയ ആളുകളുണ്ട്. എങ്കിൽ പോലും ഇന്നലെ 10, 30, 40 മിസ് കോളുകളുണ്ട്. ഇത് ഞാൻ പറഞ്ഞിട്ടും പിന്നെ അത് വളരെ കഷ്ടമാണ്. അത് എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് വാട്സപ്പിൽ ഇടുക. ഫ്രീയാകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. അത് നോക്കാൻ പറ്റുന്നവർ നോക്കി തരും. എനിക്കും എൻ്റേതായ വർക്കുകൾ തീരാനുണ്ട്. പിന്നെ മറ്റ് പ്രാണായാമം അതുപോലുള്ള പദ്ധതികളുണ്ട്. അത് ഞാൻ വ്യക്തമായിട്ടാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ ഒരു അപ്പുറം ചെയ്യേണ്ട കാര്യമില്ല. വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് പറയുന്നത് കേട്ടോ. ആ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഞാനൊരു ശിവോപാസന ചെയ്യുന്ന ആളാണ്, ഒരു സത്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളൊരു ഗുരുസ്ഥാനത്ത് സങ്കല്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറം ചെയ്യരുത്. വിളിച്ചാൽ കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ വെറുതെ വിളിക്കേണ്ട കാര്യമില്ല. കാരണം അത് എടുക്കാൻ പറ്റാത്ത സാഹചര്യം. നമ്മൾ വർക്കുകളിലായിരിക്കും. ഒരാളുടെ ഒരു വിഷയം ചെയ്യുമ്പോൾ വേറൊരാളുടെ വിഷയം പറ്റത്തില്ല. പിന്നെ എനിക്ക് എൻ്റേതായ പ്രാണായാമം, ക്രിയായോഗ, നിരവധി കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് എടുക്കാതെ. വാട്സപ്പിൽ ഇടുക. ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ടല്ലോ, വാട്സപ്പിൽ ഇടുക. ഫ്രീയാകുമ്പോൾ റിപ്ലൈ ചെയ്യും. പറ്റുന്നവർ ചെയ്തു തരും. നിങ്ങളുടെ ഇപ്പം പറ്റിയില്ല പിന്നീട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ എൻ്റെ സമയ സാഹചര്യം ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വേറെ നോക്കണമെങ്കിൽ വേറെ നോക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതൊന്നും എല്ലാം നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ സാഹചര്യമാണ് പറഞ്ഞത്. സത്യസന്ധമായി പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ശിവോഹം. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ രാവിലെ കുളി കഴിഞ്ഞ് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് വിളക്കിൻ്റെ മുന്നിൽ നിന്ന് കുളി കഴിഞ്ഞ് ഒന്നുകൂടെ കൈയും കാലും മുഖവും കഴുകണം. എന്നിട്ട് വിളക്കിൻ്റെ മുന്നിൽ നിന്ന് വിളക്ക് 5 തിരിയിട്ട് കത്തിക്കണം. നിങ്ങൾക്കൊരു നല്ല പ്രോഗ്രസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ചെയ്താൽ മതി. എനിക്ക് വേണ്ടി ചെയ്യേണ്ട, അവനവന് ഇഷ്ടമുണ്ട് മാത്രം ചെയ്താൽ മതി. അങ്ങനെ ചെയ്തിടത്തൊക്കെ അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്.
അതുകൊണ്ട് പറഞ്ഞതാണ്. ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക, നിങ്ങളുടെ ഇഷ്ടം. 5 തിരിയായിട്ട് കത്തിക്കുന്നത് വളരെ നല്ലതാണ്. ജീവിതത്തിൽ ഒരു നല്ല പ്രോഗ്രസ് ഉണ്ടാകും. നമ്മളെപ്പോഴും മുന്നോട്ട് ചിന്തിക്കുന്നവരാണ്, പുറകോട്ട് ചിന്തിക്കുന്നവരല്ലല്ലോ. അപ്പോൾ അത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാണ്. ഇഷ്ടമുണ്ട് ചെയ്യുക, എള്ളെണ്ണം തന്നെ ഉപയോഗിക്കുക. ഇനി വിളക്കിൻ്റെ മുന്നിൽ നിന്ന് കയ്യും കാലും മുഖം കഴുകിയിട്ട് 5 തിരിയെയും നോക്കിക്കൊണ്ട് ഈ മന്ത്രം ജപിക്കണം. അത് മന്ത്രം ഞാൻ പറഞ്ഞുതരാം. അഗസ്ത്യരുടെ താളിയോലയിലെ ശിവമന്ത്രമാണ്. അതീവ രഹസ്യമായ മന്ത്രമാണ്. മന്ത്രം ഇതാണ്: ഓം ശിം ശിവായ നമ. ഇത് മുഴുവൻ കേൾക്കണം. വേറെ രണ്ട് മന്ത്രങ്ങളോട് ഇത് കഴിഞ്ഞുണ്ട്, അവിടെ ചെല്ലുമ്പോഴാണ് ആ ഫലം ഉണ്ടാകുന്നത് കേട്ടോ. മൊത്തം കേട്ടിട്ട് നിങ്ങൾ ഏറ്റവും ഈ മന്ത്രം തന്നെ പല പ്രയോഗങ്ങളുണ്ട്, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതുവരെ പറയാത്ത കാര്യമാണ് പറയുന്നത്, അതുകൊണ്ട് മുഴുവൻ കേൾക്കണം കേട്ടോ. അപ്പം ഓം ശിം ശിവായ നമ. ശിം എന്നുള്ള ഷാ എഴുതി വള്ളിയിട്ട് 0, ശിം. സംശയത്തിന് കാര്യമൊന്നുമില്ല. ഓം അറിയാമല്ലോ. ഓം ശിം ശിവായ നമ. കേട്ടാൽ തന്നെ മനസ്സിലാക്കാമല്ലോ. ഓം ശിം ശിവായ നമ. ഇനി ഇത് എഴുതിയിടേണ്ട കാര്യമില്ല. ഇതൊരു 3 തവണ നിങ്ങൾ വിളക്കിൻ്റെ 5 തിരിയെ നോക്കി മുഴുവൻ ശ്രദ്ധയും 5 തിരിയിലും കൊടുത്തുകൊണ്ട് 3 തവണ ജപിക്കുക. അതിനുശേഷം ഈ പറയുന്ന കാര്യം ജപിക്കണം. ആ 5 തിരിയെ നോക്കി സർവശത്രു സ്തംഭയ സ്വാഹ, ആ ഒരു രീതി അത് ജപിക്കുക. അപ്പോൾ പറയുന്ന പോലെ ചെയ്യുക, അതിനപ്പുറം ഇപ്പുറം ഒന്നും ചെയ്യണ്ട. എന്ത് പറഞ്ഞോ അത് കൃത്യ രീതി ചെയ്തവർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് സർവശത്രു. അപ്പോൾ ഈ വിളക്കിൻ്റെ 5 നാളത്തേലും നോക്കി 3 തവണ സർവശത്രു സ്തംഭയ എന്ന് പറയുമ്പോൾ നല്ല പവറോടുകൂടി പറയണം. സ്തംഭയ എന്ന് പറഞ്ഞാൽ അതുപോലെ ഇരിക്കും, സ്തംഭയ. അപ്പോൾ ആ മനസ്സിൻ്റെ ആ ഒരു പവറ്, നിങ്ങളുടെ ആ മനസ്സിൻ്റെ ഒരു ഇച്ഛാശക്തി അതിൻ്റെ അകത്ത് വരണം. സർവശത്രു സ്തംഭയ സ്വാഹയും കൂടെ ജപിക്കണം കേട്ടോ. പറയുന്നത് എന്താണോ അത് ചെയ്യുക. ഓരോന്നിനും രീതിയുണ്ട്, അതുകൊണ്ടാണ് അത് ആചരിച്ച് അല്ലെങ്കിൽ അത് ചെയ്ത് അത് ഫലം കിട്ടിയ ആൾ ഗുരുസ്ഥാനം, ഗുരു പരമേശ്വരനാണ്. അത് കൃത്യം, അവിടെ ചോദ്യമല്ല ഉത്തരവില്ല. എനിക്കിപ്പോൾ എൻ്റെ ഗുരു ക്രിയാകുണ്ടലിനി പ്രാണായാമം നൽകിയപ്പോൾ എൻ്റെ ഗുരു എനിക്ക് കാണിച്ചു തന്ന എന്താണോ അതാണ് ഞാൻ ശേഖരിച്ചത്. അവിടെ ചോദ്യവും ഉത്തരവൊന്നുമില്ല, സംശയങ്ങളൊന്നുമില്ല. പറയുന്ന എന്തോ അത് ചെയ്യുക, അല്ലെ പിന്നെ ആ പണിക്ക് പോകാതിരിക്കുക. അപ്പോൾ അത് പറയുന്ന പോലെ ചെയ്യുക. അത് കഴിഞ്ഞ് അത് 3 തവണ ജപിക്കണം. ഈ 5 തിരിയെ നോക്കി പൂർണ്ണ ശ്രദ്ധയോടുകൂടി ജപിക്കണം. അത് കഴിഞ്ഞ് ഓം മഹാദേവ ദേവായ രുദ്രമൂർത്തയെ ഹരഹര ശിവായ നമ. 5 തിരി ഞാൻ നിങ്ങളെ നിങ്ങളെ പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ നോക്കി കാണിച്ചു തരുന്നത്. നമ്മൾ നിന്നിട്ട് 5 തിരിയെയും നോക്കി ഓം മഹാദേവ ദേവായ രുദ്രമൂർത്തയെ ഹരഹര ശിവായ നമ. ഞാനിതെല്ലാം കാണാതെ പറയുന്നത്. നിങ്ങളെങ്ങനെ വിളക്കെ നോക്കണമെന്നുള്ളത് ഞാനിങ്ങനെ താഴോട്ട് നോക്കി കാണിച്ചു തരുന്നത്. അപ്പം ഓം ഹരഹര ഓം, ആ 3ാമത് പറഞ്ഞ മന്ത്രം ഓം മഹാദേവ ദേവായ ഹരഹര ശിവായ രുദ്രമൂർത്തയെ നമ. ഞാൻ ഒന്നുകൂടെ പറയാം, ഞാനത് പറഞ്ഞപ്പോൾ അല്പം മാറിപ്പോയെന്ന് തോന്നുന്നു. ഓം മഹാദേവ ദേവായ രുദ്രമൂർത്തയെ ഹരഹര ശിവായ നമ. അങ്ങനെ 3 തവണ ജപിക്കുക. വ്യക്തമായിട്ടാണ് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓം മഹാദേവ ദേവായ രുദ്രമൂർത്തയെ ഹരഹര ശിവായ നമ. ഇങ്ങനെ ഇപ്പം പറഞ്ഞത് വ്യക്തമായിട്ടാണ് പറഞ്ഞത്. ഇങ്ങനെ 3 തവണ ഈ 5 തിരിയെ നോക്കി ജപിക്കുക. ഇന്ന് നിങ്ങൾക്ക് ഏത് കാര്യമാണോ നടത്തേണ്ടത് ആ കാര്യം ചിന്തിച്ച് അത് ഭഗവാൻ നടത്തി തരുന്നതായിട്ട് തന്നെ സങ്കല്പിച്ച് ജപിക്കുക. നിങ്ങൾക്ക് അത് നടന്നതായിട്ട് തന്നെ വിചാരിച്ചു, പിന്നെ നിങ്ങൾ ആ വിഷയത്തെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. ഈ ദിവസവും രാവിലെ ചെയ്യാം, സന്ധ്യയ്ക്കും ചെയ്യാം. ഇങ്ങനെ ഇത് അനുഭവം ഉണ്ടായ കാര്യമാണ്. എനിക്ക് ഒരാൾ വാട്സപ്പ് ഇട്ട് തന്നതാണ്. ഞാൻ തന്നെ പറഞ്ഞിട്ട് വർഷങ്ങളായിട്ട് നടക്കാത്ത ഒരു കാര്യം അവർക്ക് നടന്നു. ഇത് തന്നെ ചെയ്ത്. അപ്പം ഇതിനു മുമ്പ് നിങ്ങൾ പറ്റുമെങ്കിൽ ഈ ഓം ശിം ശിവായ നമയ്ക്ക് മുമ്പ് ഈ ഒരു മന്ത്രം കൂടെ ചെല്ലുവാണെങ്കിൽ നല്ലതാണ്. ഇനി ചൊല്ലിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചെല്ലുവാണെങ്കിൽ നല്ലതാണ്. ആദ്യം ഓം സദാശിവ സമാരംഭ ശങ്കരാചാര്യ മധ്യമ അസ്മദാചാര്യ പര്യന്ത വന്ദേ ഗുരുപരമ്പര എന്നീ 5 തിരിയെ നോക്കി 3 തവണ ജപിച്ചിട്ട് ഓം ശിം ശിവായ നമ 3 തവണ ജപിക്കുക. അതിനുശേഷം
സർവശത്രു സ്തംഭയ സ്വാഹ 3 തവണ ജപിക്കുക. അതിനുശേഷം എല്ലാം വിളക്കിൻ്റെ 5 തിരിയെ നോക്കി വേണം ജപിക്കാൻ, എന്നാലേ ഫലം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കാര്യമാണോ നടക്കേണ്ടത് ആ കാര്യം ശുഭവാൻ നടത്തിയതായിട്ട് തന്നെ നടത്തുന്നതായിട്ട് തന്നെ സങ്കല്പിച്ച് ഉറച്ച വിശ്വാസത്തോടെ 5 തിരിയെ നോക്കി ജപിക്കണം. അവസാനം ഓം മഹാദേവ ദേവായ രുദ്രമൂർത്തയെ ഹരഹര ശിവായ നമ എന്ന് ജപിക്കുക. അപ്പം ഇത് രാവിലെ ചെയ്യാം, സന്ധ്യയ്ക്കും ചെയ്യാം. ചെയ്യുന്നതിന് മുമ്പ് കൈയും കാലും മുഖവും കഴുകണം. ഇത് ഏത് കാര്യം ശുഭവാൻ നടത്തി കൊടുക്കുക എന്നുള്ളതാണ്. എത്ര വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യം. നിങ്ങളുടെ വിശ്വാസം സമർപ്പണം പൂർണ്ണമായിരിക്കണം. അവിടെ ഇത് ചൊല്ലിക്കഴിഞ്ഞ് പിന്നെ നടക്കുമെന്ന് സംശയിക്കരുത്. ചൊല്ലിക്കഴിഞ്ഞ് ഭഗവാൻ നടത്തിയെന്ന് തന്നെ വിചാരിച്ചു, ഉറപ്പാണ്. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ചിന്തിച്ചാൽ സംശയമായി. നമ്മളൊരു മന്ത്രം ചൊല്ലിയിട്ട് പിന്നെ ചിന്തിച്ചാൽ അത് സംശയമുള്ളതുകൊണ്ടാണ്. സംശയം ഉണ്ടെങ്കിൽ അത് വർക്കൗട്ട് ആകത്തില്ല. നമ്മൾ സംശയത്തോടെ ഒരു തൊഴിൽ ചെയ്താൽ രക്ഷപ്പെടുമോ? സംശയത്തോടെ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോയാൽ രക്ഷപ്പെടുമോ? സംശയമില്ലാതെ ചെയ്യണം. നമ്മളൊരു വിശ്വസിക്കേണ്ടത് വിശ്വസിക്കണം. നമ്മൾ ചില സമയത്ത് നമുക്ക് വിശ്വാസമില്ലാത്തവരെ പോലും ചിലപ്പോൾ വിശ്വസിക്കേണ്ട ചില സാഹചര്യം ജീവിതത്തിൽ വരും. കാരണം വിശ്വസിച്ചേ പറ്റൂ. നമുക്ക് അത് ഒരു ഡെവലപ്മെൻറ്റ് വേണമെങ്കിൽ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. അപ്പോൾ ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. വിശ്വാസത്തോടെ ഒരു കാര്യം മാത്രമേ മനസ്സിൽ ചിന്തിക്കാവുള്ളൂ. ശിവഭഗവാൻ ആ കാര്യം നടത്തുന്നതായിട്ട് തന്നെ സങ്കല്പിച്ച് ഉറച്ച വിശ്വാസത്തോടെ ചെയ്താൽ വർഷങ്ങളായിട്ട് പഠിച്ച പണി 18 നോക്കിയിട്ട് നടക്കാത്ത കാര്യം നടന്നിട്ടുണ്ട്. പല അനുഭവങ്ങളുണ്ട്. അതിൽ ഈ അടുത്ത കാലത്ത് ഒരു അനുഭവം വാട്സപ്പിൽ ഇട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാവരും കൂടെ പറഞ്ഞു തന്നേക്കാമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് പറഞ്ഞു തന്നതാണ്. ഇത് വെള്ള വസ്ത്രം ഉടുത്ത് ചെയ്യണം. ഞാനത് പറയാൻ വിട്ടുപോയി, ഇപ്പോഴാണ് ഓർക്കുന്നത്. മനുഷ്യനല്ലേ, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മനസ്സിൽ നിൽക്കത്തില്ലല്ലോ. വെള്ള വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന ചെയ്യണം. അതാ ഫലം കേട്ടോ. അങ്ങനെ ചെയ്തവർക്കാണ് ഫലം ഉണ്ടായിട്ടുള്ളത്. സ്ത്രീകളാണെങ്കിൽ സെറ്റ് മുണ്ട് കൊടുക്കുക, പുരുഷന്മാരാണെങ്കിൽ വെള്ള മുണ്ട് ഉടുത്തുകൊണ്ട് ചെയ്യുക. അപ്പോൾ വെള്ള വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെ ചെയ്യണം. അതാണ് ഫലം ഉണ്ടാകുന്നത്. നിങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടാകണമെങ്കിൽ ആ രീതി ചെയ്യുമ്പോഴേ ആ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത് കേട്ടോ. ഞാനിനി എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. അത് എൻ്റെ തന്നെ ജീവിതമാണ് പറഞ്ഞു തരുന്നത്. ഇത് പറയാനൊരു കാര്യമുണ്ട്, ഇന്ന് പറയാം, അത് അവസാനം പറയാം. ഒരു 8-9 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഒരുപാട് ദാരിദ്ര്യത്തിലും ഒരുപാട് പ്രതിസന്ധികളിലും ഒരു വല്ലാത്ത അവസ്ഥ. അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. ഞാൻ അതുകൊണ്ട് നിങ്ങളെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതല്ല, സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതൊന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നതും ഇഷ്ടമല്ല. ഇപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായതിൽ അത് എനിക്ക് ഈശ്വരൻ തന്നതാണ്, ഞാനത് സ്വീകരിച്ചു. പക്ഷേ ഇത് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി പറയുകയാണ്. അപ്പം വല്ലാത്ത ദുരിതങ്ങൾ ഉള്ളൊരവസ്ഥ. നമ്മൾ ചവിട്ടുന്നതെല്ലാം താന്നു പോവുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ഒരു ഉദാഹരണം, ഒരു സങ്കല്പം പറഞ്ഞു. അതുപോലെ എന്ത് ചെയ്താലും ഒരു കടുത്ത ദാരിദ്ര്യം, സാമ്പത്തിക പ്രതിസന്ധി, വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളായി എന്ന് വേണ്ട, ദുരിതങ്ങളുടെ മേൽ ദുരിതങ്ങളായ ഒരു കാലഘട്ടം. അത് ഞാനിതെല്ലാം അനുഭവിച്ചു, പല കാര്യങ്ങൾ ചെയ്ത് മാറ്റങ്ങളുണ്ടായി. എനിക്കതുകൊണ്ട് ഈ പലരുടെയും വിഷമം പറയുമ്പോൾ അത് എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല. കാരണം ഇതുപോലെ ഞാൻ എത്രയോ അനുഭവങ്ങളോട് ഞാൻ കടന്നു വന്നു, എത്രയോ ആളുകളുടെ ജീവിതം ഞാൻ കണ്ടു. അങ്ങനെയൊക്കെ പലർക്കും പറഞ്ഞു കൊടുത്ത പരിഹാരങ്ങളെല്ലാം അവർക്കും ഫലം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഓരോരുത്തർ വലിയ ദുരിതങ്ങളൊക്കെ പറയുമ്പോഴും എനിക്ക് അറിയാതെ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്തവർക്ക്, അങ്ങനെ അനുഭവിച്ചവർക്കും പ്രയോജനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാം. അങ്ങനെ ഒരു കാലഘട്ടം വളരെ ദുരിതത്തിൽ കഴിയുക, മാനസികമായും സാമ്പത്തികമായും വല്ലാത്തൊരവസ്ഥ. ആ കാലഘട്ടത്തിൽ ഞാൻ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ തുച്ഛമായ ശമ്പളം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. വ്യക്തമായിട്ട് പറഞ്ഞു, ഒരു ചെരുപ്പ് പോലും മേടിക്കാൻ അവസാനം വരുമ്പോൾ പൈസ കാണത്തില്ല. ഞാൻ 10 രൂപ കൊടുത്ത് ഈ ചെരുപ്പ് കുത്തിയെ കൊണ്ട് തയ്പ്പിച്ചാണ് മിക്കവാറും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ എനിക്ക് മാത്രം അറിയാവുന്ന കാര്യം, ഞാൻ ആരോടും പറയാറില്ല. ഇതിപ്പോൾ ഞാൻ ഒന്നിനും വേണ്ടിയല്ലേ, ഒരു കാര്യം പറഞ്ഞു തരാം. ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു കാലഘട്ടം. അപ്പോൾ ഞാൻ വീട്ടിൽ ചെറുതായിട്ട് ജ്യോതിഷം നോക്കാൻ തുടങ്ങി. ഞാൻ കൈരേഖയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് പലയിടത്തുനിന്നും ആളുകൾ വരാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ വീടൊരു കൊച്ചു വീടാണ്. അത് പറയാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഈശ്വരൻ എന്ത് നൽകിയാലും അതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഒരു കൊച്ചു വീടാണ്. സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത്, ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത്. കാരണം എനിക്ക് ഈശ്വരൻ നൽകിയത് ഞാൻ സന്തോഷവാനാണ്. എന്താണെങ്കിലും ചെറുതോ വലുതൊന്നുമല്ല. എന്ത് നൽകിയാലും, സുഖം നൽകിയാലും ദുഃഖം നൽകിയാലും ഭഗവാൻ നൽകിയതിലെല്ലാം ഞാൻ സന്തോഷവാനാണ്. മാർക്കണ്ഡേയൻ്റെ വിശ്വാസമാണ്, മരണത്തിലുമുള്ള വിശ്വാസമാണ് ഭഗവാനോട്, പരമേശ്വരനോട്. അപ്പം എൻ്റെ ഒരു കൊച്ചു വീടാണ്. അപ്പോൾ അവിടെ
ആളുകൾ വന്നു കഴിഞ്ഞാൽ നോക്കാൻ സ്ഥലമില്ല, ഇരിക്കാൻ സ്ഥലമില്ല, നടക്കാനും എല്ലാം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്നോട് എൻ്റെ വീട്ടിലുള്ളവരും എൻ്റെ സുഹൃത്തുക്കളുമൊക്കെ പറഞ്ഞു, എടാ നീ ഒരു ഓഫീസ് നോക്കുക, ഒരു ജ്യോതിഷ ഓഫീസ് നോക്കുക. അപ്പോൾ നീ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോകണം, രാവിലെ അല്പനേരം അവിടെ ഇരിക്കുക, ഞായറാഴ്ച ഇരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ കൈ നോക്കിയൊക്കെ പല കാര്യങ്ങളും പറഞ്ഞതും അവർക്കൊക്കെ അപ്പം തോന്നി നിനക്കിത് നീ ഇത് ചെയ്യേ. കാരണം അവർക്കൊക്കെ പല അനുഭവങ്ങൾ വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത്, അല്ല ചുമ്മാ പറഞ്ഞല്ല. അതുകൊണ്ട് എനിക്കും തോന്നിയത് ശരിയാണ്. കാരണം ഭഗവാൻ എനിക്ക് കാണിച്ചു തന്നതാണ്. ഈ ഹസ്തരേഖ എല്ലാം ശിവഭഗവാന്റെ ഒരു അനുഗ്രഹത്തിലൂടെ എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പലപ്പോഴും ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരെ ആളുകൾ വരുമായിരുന്നു. അതും അവിടുത്തെ താളിയോല മന്ത്രങ്ങളൊക്കെ വെച്ച് പലതും ചെയ്യുന്ന വലിയ മനുഷ്യർ. അന്ന് എൻ്റെ വീട്ടിൽ ഇരുന്ന് ഈ തെക്കോട്ട് നോക്കി ഇരുന്ന് ഒരു മനുഷ്യന് അന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്ന വലിയൊരു താളിയോല മന്ത്രമൊക്കെ ഒരുപാടുള്ള ഒരാളാണ്. നിങ്ങൾ ഇത്ര വർഷത്തിനുള്ളിൽ നിങ്ങൾ ഈ പലരാലും നിങ്ങളിലൂടെ പല വിദ്യകൾ ഒരുപാട് ആളുകൾക്ക് കിട്ടും എന്നപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം. അപ്പോൾ എന്നാലും നമുക്ക് നോക്കാൻ സൗകര്യമില്ല. കാരണം പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ ചില കാര്യം ഞാൻ പറഞ്ഞു. പുള്ളി കുറച്ച് സംഭവങ്ങൾ അറിയാവുന്ന ആളാണ്. എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള താളിയോല, ഈ തമിഴ് സിദ്ധന്മാരുടെ തമിഴ് ശരിക്കുമുള്ള വിദ്യകൾ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം. അപ്പം ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുന്ന കാലഘട്ടം. ഞാനൊരു ഓഫീസ് റൂമിന് വേണ്ടി ഒരുപാടിടത്ത് അന്വേഷിച്ചു. പലയിടത്തും അന്വേഷിക്കുമ്പോൾ വലിയ വാടകയാണ്, വലിയ ഡൊണേഷനാണ്. എന്നെ കൊണ്ടാവൊന്നും പറ്റത്തില്ല. ചിലയിടത്ത് ചെല്ലുമ്പോൾ ചിലർക്കൊരു കളിയാക്കുന്ന പോലെയാണ്. തന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഇത് കൊടുക്കാൻ, ഇല്ല ഈ റൂം എടുക്കാൻ, വേറെ വല്ലയിടത്തും നോക്കുക എന്നൊക്കെ പറഞ്ഞ് ആളുകൾക്ക് ചിലർക്കൊരു കളിയാക്കൽ. ചിലർ പിന്നെ വലിയ വാടകകൾ പറയുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ട് ഒരിടത്തും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായ ഒരു വിഷമം മനസ്സിൽ തോന്നി. കാരണം അത് അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ, ഒരു ജീവിതം വഴിമുട്ടുന്ന അവസ്ഥ. അപ്പോൾ ആ ഒരു ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് എൻ്റെ മനസ്സിൽ. ഞാൻ വളരെ ഒരിടത്തൊരു റൂം പലയിടത്ത് ചോദിച്ചു. ഒരു ദിവസം ഞാനും എൻ്റെ ഫാദറോട് ഒരിടത്ത് പോയി ഒരു റൂം ചോദിച്ചപ്പം പുള്ളി പറഞ്ഞാൽ നമ്മളെ ഒരു കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞു വിട്ടു. എനിക്ക് വളരെ വിഷമം തോന്നി. ഒരുപാട് വിഷമം തോന്നി. കാരണം ഞാനൊരു വ്യക്തിയോട് അങ്ങനെ പെരുമാറാറില്ല. അപ്പോൾ ഞാൻ പക്ഷേ ഒന്നും പറഞ്ഞില്ല. ഞാനിനി പോകുന്ന വഴിക്ക് എനിക്കൊരു ഫോൺ വന്നു. തന്നെ മാത്തുക്കുട്ടി ചായം വിളിക്കുന്നെന്ന് പറഞ്ഞു. ഈ മാത്തുക്കുട്ടി ചായൻ ആരാന്ന് ഞാൻ പറയാം. അപ്പം ഞാൻ മാത്തുക്കുട്ടി ചായൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ ഫാദറും അവിടെ ഉണ്ട്. ഫാദർ അപ്പോൾ എന്നോട് മാത്തുക്കുട്ടി ചായൻ പറഞ്ഞു. മാത്തുക്കുട്ടി ചായൻ എൻ്റെ അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാണ്, അച്ഛനുമായിട്ട് നല്ല പരിചയമാണ്. ഇവിടെ ഇതിനടുത്തൊരു റൂമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചേട്ടാനിയന്മാരുടെയാണ്. ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം, അവിടെ ചെന്നാൽ മതി, ആ റൂം അവർ തരും എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളി പറഞ്ഞ അനുസരിച്ച് ചെന്നു. മാത്തുക്കുട്ടി ചായൻ പറഞ്ഞു കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പം പിന്നെ അവരെനിക്ക് റൂം തന്നു. അവരെല്ലാം ചേട്ടാനിയന്മാരാണ്. ആ റൂമിൽ ഞാൻ ആ താക്കോല് മേടിക്കുമ്പോൾ ഞാൻ ഇന്നും കൊടുക്കുന്നു. എല്ലാം ഒരു വഴിമുട്ടി നിൽക്കുന്ന ഒരാളുടെ മുന്നിലേക്ക്, ശരിക്കും പറഞ്ഞാൽ അന്ന് ആ മാത്തുക്കുട്ടി ചായൻ എനിക്ക് ഈശ്വര തുല്യം തന്നെയാണ്. ഈശ്വരൻ പല രൂപത്തിൽ നമ്മളുടെ മുന്നിൽ വരും. അത് പല ആളുകളുടെ രൂപത്തിലല്ലേ, പലരിലൂടെ പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ ഈശ്വരൻ തുല്യനായിട്ട് തന്നെയാണ് കരുതുന്നത്. വഴിമുട്ടി നിൽക്കുന്ന ആ എൻ്റെ കൈകളിലേക്ക്, എൻ്റെ മുന്നിൽ അന്നൊരു ലോകമില്ല, ഈ താക്കോല് തന്നു. അതും വളരെ തുച്ഛമായ വാടകയാണ്. എന്നുവെച്ചാൽ എന്നെക്കൊണ്ട് പറ്റുന്നു. അന്ന് തന്നെ വേണേൽ കയറി ഓപ്പൺ ചെയ്തോളാൻ പറഞ്ഞല്ലേ, നിങ്ങൾ എപ്പം തൊട്ട് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുന്നിൽ ആ വലിയ മനുഷ്യൻ തുറന്ന്, അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് എനിക്കത് പെട്ടെന്ന് കിട്ടിയത്. അദ്ദേഹമാണത് പറഞ്ഞത്. അദ്ദേഹം എനിക്ക് ഈശ്വര തുല്യനാണ്. വലിയൊരു ലോകമാണ് എൻ്റെ മുന്നിൽ തുറന്നു കിട്ടിയത്. ഞാൻ ആ ഓഫീസിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഞാൻ ഈ 8 വർഷം ആ ഓഫീസിൽ ഇരുന്നാണ് നിങ്ങൾക്ക് 1000-ലേറെ വീഡിയോകൾ ഇട്ടത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും എത്രയോ ആളുകൾ ഞാൻ പറഞ്ഞു തരുന്ന ഒരുപാട് അറിവുകൾ പ്രയോജനപ്പെട്ടതും, ഒരുപാട് ജീവിതങ്ങൾ മാറിയതും, ഒരുപാട് കുടുംബങ്ങൾ കരകയറിയതും, കലഹങ്ങൾ മാറിയതും, ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടതും 10 വർഷം ഇപ്പം ഒരു ഏകദേശം 9-10 വർഷമാകുന്നു. ഇത് ഏകദേശം 8-9 വർഷം
അല്ലെങ്കിൽ ഒരു 8 വർഷം 9 വർഷം കഴിഞ്ഞപ്പോൾ, ഏകദേശം ഒരു 8 വർഷം 9 വർഷം പുറകിലാണ് ഇത് കാര്യം നടക്കുന്നത്. നിങ്ങൾ എന്നെ അറിയുന്നത്, ഞാൻ ഈ വീഡിയോയിലൂടെ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്, എനിക്ക് മുറിയിൽ ഇരിക്കാൻ സാധിക്കുന്നത് ആ ഒരു വലിയ മനുഷ്യൻ എൻ്റെ മുന്നിൽ തുറന്നിട്ട് തന്ന ഒരു വലിയ ലോകമാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാൻ വാക്കുകളില്ല. അതിനൊരു വാക്കിൽ അത് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം വഴിമുട്ടി നിൽക്കുന്ന, ആരും സഹായിക്കാനില്ലാത്ത, ഇന്ന് എനിക്ക് ഒരുപാട് ആളുകൾ വിളിച്ച് പറയുന്നുണ്ട്, അവിടെ റൂമുണ്ട്, ഇവിടെ റൂമുണ്ട്, ഒന്നും കൊടുത്തില്ലേ പോലും വന്നിരുന്നോളാനാണ് പറയുന്നത്. പക്ഷെ അന്ന് എനിക്ക് ഉപജീവിതത്തിൽ മുന്നിലൊരു മാർഗ്ഗമില്ലായിരുന്നു. ആ ഒരവസ്ഥയിൽ എനിക്ക് ആ റൂം അദ്ദേഹം ആണ് നൽകിയത്. ഞാൻ അവിടെ ഇരുന്ന് എത്രയോ വീഡിയോകൾ ചെയ്തു, എത്രയോ നല്ല കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നു, എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെട്ടു. ഒരുപാട് അനുഭവങ്ങൾ. ഒരു 8-9 വർഷത്തിലേറെയായി, ഞാൻ 10 വർഷത്തിലേറെയായി വീട്ടിൽ ഇരുന്നും കുറച്ചാൾ ചെയ്തായിരുന്നു. എത്രയോ കൈരേഖകൾ, 10,000-ലേറെ കൈരേഖകൾ, ഗ്രഹനിലകൾ, എത്രയോ ശിവവിദ്യകൾ, എത്രയോ രഹസ്യങ്ങൾ, എത്രയോ നല്ല കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ പറഞ്ഞു. ഇതെല്ലാം ആ ഒരു മനുഷ്യൻ്റെ വലിയ മനസ്സാണ്. ഞാൻ എന്നും വീട്ടിൽ നിന്ന് ഓഫീസിലോട്ട് വരുന്ന വഴിക്കാണ് ഈ മാത്തുക്കുട്ടിച്ചാൻ്റെ വീട്. ഞാൻ അവിടെ എത്തുമ്പം പുള്ളിയെ കൈപൊക്കി കാണിക്കും, പുള്ളി എന്നെ കൈപൊക്കി കാണിക്കും. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആ മനസ്സിലെ ബഹുമാനവും സ്നേഹവും ആദരവും എല്ലാം ആ കൈപൊക്കി കാണിക്കുന്നതിനുണ്ട്. പുള്ളി എന്നെ കൈപൊക്കി കാണിക്കുമ്പം പുള്ളിയുടെ ആ ഒരു നന്മയാണ്. പുള്ളി കാരണമാണ് എനിക്ക് ആ ജീവിതത്തിൽ ഞാനും നിങ്ങളുടെ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ ഇന്ന് ആരെങ്കിലും, നിങ്ങൾക്കെല്ലാം ഇങ്ങനെ എന്നിലൂടെ പല കാര്യങ്ങളും ഒരു വേദി കിട്ടിയത്. നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ഒന്നുമില്ലാത്തവർക്ക് ഒന്നും കാണത്തില്ല. അപ്പോൾ ഒരു വേദി കിട്ടിയത്, ഇപ്പോൾ ഇങ്ങനെ ഇവിടെ എൻ്റെ വീട്ടിൽ ഇരുന്ന് യൂട്യൂബ് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അദ്ദേഹത്തെ കൈപൊക്കി കാണിക്കും. അതിൽ സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, ആദരവുണ്ട്. ഞാൻ ഈശ്വര തുല്യനായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം എന്നെ കൈപൊക്കി കാണിക്കും. ഒരു ദിവസം പോലും ഞാൻ ആ വീട്ടിന് മുന്നിൽ പാസ് ചെയ്യുമ്പോൾ ഞാനത് മുടക്കിയിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ അങ്ങോട്ട് നോക്കും, കൈപൊക്കി കാണിക്കും. അതിലെൻ്റെ സ്നേഹവും ബഹുമാനവും ആദരവും സന്തോഷവും എല്ലാം ഉണ്ട്, എൻ്റെ പ്രാർത്ഥനയെല്ലാം ഉണ്ട്. ഇന്നലെ രാവിലെ പെട്ടെന്ന് ഒരു തെന്നി വീണ് തലയടിച്ച് അദ്ദേഹം മരിച്ചു. എൻ്റെ മുന്നിലുള്ള എനിക്കൊരു വഴി കാണിച്ചു തന്ന ഒരു മനുഷ്യനാണ്. ഇത് ഒരുപാട് ആളുകൾക്ക് നന്മകൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ മുന്നിലുള്ള ഒരു ദൈവതുല്യനായ മനുഷ്യനാണ്. പുതിയൊരു ലോകം എനിക്ക് തുറന്നു തന്ന മനുഷ്യനാണ്. അദ്ദേഹം കിടന്നില്ല. അദ്ദേഹം ഒരു നല്ല നന്മയുള്ള ആളാണ്. അദ്ദേഹത്തോട് ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം കിടന്നില്ല, പെട്ടെന്നാണ് മരിച്ചത്. പക്ഷെ അദ്ദേഹം അപ്പം മരിക്കരുത് എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. തെന്നി വീണാണ് തലയടിച്ച് മരിച്ചത്. അദ്ദേഹം ഒരുപാട് നാൾ ജീവിച്ചിരിക്കണമെന്നാണ് എനിക്ക് എപ്പോഴും ആഗ്രഹം. പക്ഷെ അദ്ദേഹം പെട്ടെന്ന് പോയി. ഇപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട്. എന്നെപ്പോലെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കൊണ്ട് രക്ഷപ്പെട്ട ആളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. ആ കൂട്ടത്തിൽ ഞാനുമുണ്ട്. ഈശ്വരനോട് ഒരുപാട് പ്രാർത്ഥിച്ചു. എനിക്കൊരുറപ്പുണ്ട്, ഈശ്വരൻ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് തീർച്ചയായിട്ടും നല്ലത് മാത്രമേ കൊടുക്കത്തുള്ളൂ. അപ്പം ഞാൻ ഇന്നത്തെ ഈ വീഡിയോ അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ്. ഞാൻ ഈ 13-ാം തീയതി അദ്ദേഹം മരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇന്ന് എടുക്കുന്നെങ്കിൽ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യുവാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. മെയ് 13, 2024 ആണ് അദ്ദേഹം മരിക്കുന്നത്, തിങ്കളാഴ്ച. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇന്ന് എടുത്താലും ചിലപ്പോൾ ഇന്നിടാൻ പറ്റിയെന്ന് വരത്തില്ല. എന്തായാലും ഞാൻ അദ്ദേഹത്തിന് ഈ വീഡിയോ സമർപ്പിക്കുന്നു. ഇങ്ങനെ ചില മനുഷ്യന്മാരുണ്ട്, ഈശ്വര തുല്യരായിട്ട് ജീവിക്കുന്ന. അവരൊന്നും അറിയപ്പെടുന്ന ആളുകളായിരിക്കത്തില്ല, പക്ഷെ അവരുടെ നന്മകൾ കൊണ്ട് എത്രയോ ആളുകൾ, ഇദ്ദേഹത്തിനെ കൊണ്ട് ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ. സാധിക്കുമെങ്കിൽ ഈ ജീവിതം കടന്നു പോകുന്നതിന് മുമ്പ് നമുക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. പേരിനോ പ്രശസ്തിക്കോ പണത്തിനോ ഒന്നും വേണ്ടിയല്ല, ഒരാളുടെ ബുദ്ധിമുട്ട് നേരിട്ടറിഞ്ഞ്. ചിലരുണ്ട് നമ്മുടെ അടുത്ത് വന്ന് ബുദ്ധിമുട്ട് പറയും, അത് അവരൊരു തൊഴിലാക്കിയവരാണ്. അങ്ങനെയുള്ളൊരു കാര്യമല്ലേ നമ്മൾ ശരിക്കും ബുദ്ധിമുട്ടൊന്നും പറയത്തില്ല. ഞാനൊരിക്കലും പുള്ളിയോട് പറഞ്ഞില്ല, പുള്ളി എങ്ങനെയോ അറിഞ്ഞ് എന്നെ വിളിച്ചത്. അങ്ങനെ നമുക്കും ഒരാളുടെ ജീവിതത്തിൽ
ഒരു നേരമെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം അവർ ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയാൽ അതിനോളം വലിയ പ്രാർത്ഥനയില്ല, അതിനോളം വലിയ മന്ത്രമില്ല, അതിനോളം വലിയ കാര്യമില്ല. അതാണ് ശരിക്കുമുള്ള ശിവനോടുള്ള പ്രാർത്ഥന, ശരിക്കുമുള്ള ഉപാസന, ശരിക്കുമുള്ള നന്മ. ഞാൻ ഈ വീഡിയോ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ വേണ്ടി ഈശ്വരനോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നു, മനസ്സുകൊണ്ട് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഈശ്വര അവിടുന്ന് സദ്ഗതി നൽകണേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എല്ലാത്തിനും ഈശ്വരന് മഹത്വം. പരമേശ്വര ഭഗവാനെ നന്ദി. എല്ലാം അവിടുത്തെ മഹത്വം. ഈശ്വരന് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് പൂർണ്ണ ശാന്തി നൽകണേ, സദ്ഗതി നൽകണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു. വേറൊന്നും പറയാനില്ല. ഇന്ന് നിങ്ങളെന്നെ കാണുന്നെങ്കിൽ, നിങ്ങളെൻ്റെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ എന്നാങ്കിലും ഒരു കാര്യം നിങ്ങളുടെ കാര്യത്തിൽ നേടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്നാങ്കിലും ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്നാങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെന്നെ കാണുന്നുണ്ടെങ്കിൽ, ആ മനുഷ്യൻ്റെ ഒരു വലിയ മനസ്സാണ്. ആ മനുഷ്യനില്ലെങ്കിൽ ഞാൻ ഇല്ലെന്ന് തന്നെ പറയാം. കാരണം നമ്മളെയൊക്കെ ആര് എന്നെപ്പോലുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും, ആര് ഒരു സഹായിക്കാനോ ഒരു വേദി കിട്ടാനോ നമ്മൾ സാധാരണക്കാരനാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകാം. എന്തായാലും കൊള്ളാം. ആ ഒരു വലിയ മനസ്സിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. പരമേശ്വര അദ്ദേഹത്തിന് എല്ലാ നന്മകളും അദ്ദേഹത്തിന് ആത്മാവിന് നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേറൊന്നുമില്ല. അതെൻ്റെ ഒരു അനുഭവം പറഞ്ഞതേ ഉള്ളൂ. എന്നെ അറിയുമ്പോൾ, ഞാൻ പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഗുണമുണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ അറിയുമ്പോൾ ഇതൊക്കെയാണ് ഞാൻ, അല്ലാതെ വേറൊന്നുമല്ല. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.